മറ്റൊരു ചിറ്റ്ചാറ്റിന് മിഥുനാണ് ന്യൂയോർക്കിൽ. ഉറപ്പായിട്ടും വെസ്റ്റ് ഏഷ്യ വാറിനെ പറ്റിയാണ് മിഥുനും ഇതേപോലെ യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. ഞാൻ എൻ്റെ പരിചയക്കാരോടൊക്കെ പറയും, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ രീതിയിൽ ഈ ഇതിൽ കൂടെ വരട്ടെ. അങ്ങനെയാണ് മിഥുൻ അത് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇതൊരു സക്സസ്ഫുൾ സംഭവം തന്നെയായി മാറി. ഇതിന് ഈ വെസ്റ്റ് ഏഷ്യ വാർ ഇപ്പോൾ കേരളത്തിലെ മീഡിയയും ഇന്ത്യൻ മീഡിയയും ഒക്കെ പറയുന്നത് അമേരിക്ക തോറ്റു, അതായത് ഈ വാറിന് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. ബേസിക്കലി ഈ വാറിനെ പറ്റി അറിയാതെ ഈ പല കാര്യങ്ങളും പറയുന്നത്. കാരണം അമേരിക്ക ഉദ്ദേശിച്ചത് ഇതേപോലെ ഇറാനിൽ നിന്നും ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് ഉണ്ടാകുന്നത്, അമേരിക്കൻ ബേസിന് ഇതേപോലെ അറ്റാക്ക് ഉണ്ടാകുന്നത് ഒക്കെ അവരുടെ കണക്കുകൂട്ടൽ ഈ പറയുന്ന പോലെ. പക്ഷെ അവർക്കറിയാം പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. അതേപോലെ ഇന്ന് ട്രംപിൻ്റെ ട്വീറ്റുണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 6 വാറ് പോകത്തില്ല, കാരണം അമേരിക്ക ഒരു തീരുമാനം ഉണ്ടാക്കും ഇറാൻ്റെ കാര്യത്തിൽ. അപ്പം എനിക്ക് തോന്നി ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്. ചെറിയ ഞാൻ പല ചാനലുകളൊക്കെ പലപ്പോഴും കാണുമ്പോൾ പല ആളുകളും പറയുന്നുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പ്ലാൻ ഇല്ല, പ്ലാൻ ബി ഇല്ല. ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാകാൻ, 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റിനുള്ളിലാണ് ഖമേനി മരിച്ചതിന് ശേഷം 30 സെക്കൻഡ് ടു 1 മിനിറ്റ് ടെല്ലവീവില് നെതന്യാഹുവിന് ചിത്രം കിട്ടി. നമ്മളത് അറിഞ്ഞാണല്ലോ. 30 സെക്കൻഡ്, 1 മിനിറ്റ് കൊണ്ട്. അതിനർത്ഥം ഉള്ളിൽ ആളുകളുണ്ട്. തമാശയാണോ വിചാരിച്ചിരുന്നത്? അമേരിക്കയും ഇസ്രായേലിനാണ് നടക്കുന്നത്. അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, സാറേ അമേരിക്ക തോറ്റു എന്ന് പറയുന്നുണ്ട്. നീ തൊട്ടപ്പുറത്ത് എബ്രാഹിം ലിങ്കൻ കിടപ്പുണ്ട്, ട്രിപ്പോളി കിടപ്പുണ്ടോ, റൂസ്വെൽറ്റ്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ദൂരത്തേക്ക് വിടുന്നത്? ഈ പാവപ്പെട്ട ഈ ദേശങ്ങളായിട്ടുള്ള ഒമാൻ, ബഹ്റൈൻ, സൗദി, UAE അവർ കന പോലും കൊടുത്തിട്ടില്ല. ശരിക്കും അവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അമേരിക്ക. കംപ്ലീറ്റ്ലി സി. അതോടൊപ്പം തന്നെ ഇറാഖിന്റെ മുകളിൽ കൂടെ സിറിയ കടന്ന് ഇസ്രായേലിന് വന്നിരിക്കുകയാണ് കംപ്ലീറ്റ്ലി, അല്ലേ? ഒന്നും ഉപയോഗിച്ച പാവപ്പെട്ട എന്ന് പറയുന്ന ഈ പറയുന്നത് നമുക്ക് അന്നം തരുന്ന ഗൾഫ് ദേശങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാൻ എന്ത് നേടുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇബ്രാഹിം ലിങ്കനിലേക്ക് അയക്കുന്നില്ല? എന്തോ ട്രിപ്പോളിയിലേക്ക് അയക്കുന്നില്ല? എന്തുകൊണ്ട് റൂസ്വെൽറ്റിൽ ആക്രമിക്കുന്നില്ല? തൊട്ടടുത്തല്ലേ കിടക്കുന്നേ? 1000, 2000 ഉണ്ടല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ ആരാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 2001 സെപ്റ്റംബർ 9 നമുക്കറിയാലോ. 4 ദേശങ്ങളാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. 4 ദേശങ്ങൾ അമേരിക്ക: ലിബിയ, സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, അല്ലേ? നമുക്ക് നല്ലപോലെ ജീവിച്ചിരുന്ന 4 ദേശങ്ങളുടെ അവസ്ഥ എന്താണ് ലോകം മുഴുവൻ അറിയണം. ഇവൻ അവർ വന്നിരിക്കും അമേരിക്കൻ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നതല്ല. ഇവൻ ആരാ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇറാന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക ഈ ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പറഞ്ഞ എബ്രാഹിം ലിങ്കനിലും റോസ്വെൽറ്റ് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവനൊരു വരവങ്ങ് വരും. ഇവന്റെ വരവെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വരവാണ് ഇവന്റെ വരവ്. അതോ പാസ് എത്തിച്ചിട്ടില്ല. സംഭവം എന്ന് പറയുന്നത്, രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇസ്രായേലിലേക്ക് ലക്ഷക്കണക്കിന് മിസൈലുകൾ വീഴുന്നുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ സാറേ, ഇസ്രായേലിലൊന്നും ഒരു വിഷയമല്ല. അവർ ഹൈഫയിൽ വീഴുന്നുണ്ട്, ടെല്ലവീവിൽ വീഴുന്നുണ്ട്. അവർ തയ്യാറാണ്. അവർക്ക് തേടി ഒന്നു മാത്രമേ ഉള്ളൂ, ന്യൂക്ലിയർ ബോംബ്. അത് മാത്രമേ അവർ ഒറ്റ പ്രശ്നം. അവർ 1000ഓളം മിസൈൽ ബോംബാൻ തടുക്കാൻ തയ്യാറാണ്. മണിപ്പൂരിന് എത്ര ഇല്ലാത്ത രാജ്യം മണിപ്പൂർ അറിയാറില്ല. ഏറ്റവും ഇല്ല രാജ്യം, നിസ്സാരമായ രാജ്യം. അവര് വെറുക്കുന്നതും അവര് ഈ പറയുന്ന അനുഭവം വന്നാൽ എന്തായിരിക്കും? ഒരുപക്ഷെ ഈ പറഞ്ഞ ഇറാൻ എന്താണെന്നും ഇസ്രായേൽ എന്താണെന്നും കാണാത്ത ഒരു കൂട്ടം ആളുകൾ ഒന്ന് പറയുന്ന കാര്യം മനസ്സിലായത്, യുദ്ധം ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കെതിരെയുള്ള യുദ്ധമല്ല. അമേരിക്കക്കെതിരെ യുദ്ധമാണെങ്കിൽ ഇത് തീർക്കാൻ അവന് വ്യക്തമായിട്ട് അറിയാം. ആ തീർക്കുന്ന അമേരിക്ക സാമനെ ആനേക അവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തീർത്തും വല്ലാത്തൊരു ദീർഘായിരിക്കുമുണ്ട്. പറഞ്ഞു സാറേ. സാറിന്റെ അഭിപ്രായം എനിക്ക് ഇതിനകത്ത് ചില ഇന്ത്യൻ മീഡിയയും ചില മലയാളി മീഡിയയും ഒക്കെ അവര് വാറിന്റെ എക്സ്പേർട്ടായിട്ട് കുറച്ച് റിട്ടയർ പട്ടാളക്കാരനൊക്കെ ഇരുന്ന് തള്ളുന്നത് കേൾക്കുമ്പോൾ, അതായത് ലൈഫിൽ പോലും വാർ എന്തുവാന്ന് കാണാത്ത പല ആൾക്കാരുണ്ട്. പട്ടാളത്തിൽ സർവീസ് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല. വാർ എന്തുവാന്ന് മനസ്സിലാക്കണം ആദ്യം. അതുമല്ല, പുതിയ ലേറ്റസ്റ്റ് മോഡേൺ വെപ്പൺ, അതായത് എയർ വാർഫെയർ, അതെന്ന് പറയുന്നത് ഈ ഇന്ത്യ പങ്കെടുത്ത വാറൊന്നും അല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹൈടെക് വാർ എന്ന് പറയുന്നത്. ഇപ്പം നീ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എത്രമാത്രം ഇറാൻ്റെ കമാൻഡേഴ്സും മിലിറ്ററി ജനറൽസും നേവി ജനറൽസും അവരുടെ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത്. ഇതൊന്നും ഇവർ കാണുന്നില്ല ബേസിക്കലി.
സാർ അത് രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇസ്രായേൽ ജയിച്ചു, 3 മണിക്ക് ഇറാൻ പറഞ്ഞാൽ കറി തന്നെ പരിപാടി. അതായത് 2 മണിക്ക് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി പലർക്കും ഇപ്പൊ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടെ യഥാർത്ഥ സംഭവം എന്താണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ സുഹൃത്ത് അദ്ദേഹം ബോറല്ല ഞാൻ സംസാരിക്കാറുണ്ട്, ബോറിന് സംസാരം അദ്ദേഹം പറയുകയാണ് തൊട്ടടുത്ത് പോലും വന്ന് പതിക്കുകയാണ് അവിടെ. ബഹ്റൈനില്ല, അദ്ദേഹം ദമാമില് തൊട്ടടുത്ത് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അമേരിക്കൻ ബേസുകൾ എല്ലാം ആക്രമിക്കുന്നത്. അമേരിക്കൻ ബേസുകൾ മാത്രമല്ല ലക്ഷ്യം, ജനവാസ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. ഇത് കൈവിട്ടു പോയി കളിയാണ്. സാർ പറഞ്ഞു അതിൻ്റെ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് സ്റ്റെൽത്ത് പവർ എന്ന് പറയുന്ന ഈ മിലിറ്ററി സ്റ്റെൽത്ത് പവറിനെ പറ്റി അറിയാത്ത ആൾക്കാരാണ് ഇത് മുഴുവനും പറയുന്നത്. വെപ്പൻ്റെ സിസ്റ്റം അറിയത്തില്ല, പുതിയ ഹൈ-എൻഡ് ടെക്നോളജിയെ പറ്റി അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇവരുടെ ധാരണ? ഒരു ദിവസം കൊണ്ട് വാറ് തീരും, 2 ദിവസം കൊണ്ട് വാറ് തീരും. വാറെന്ന് പറയുന്ന പല രീതിയിലുള്ള ന്യൂമറസ് സ്ട്രാറ്റജിയുണ്ട്. 5 ദിവസം കൊണ്ട് ഇതൊക്കെ വാറ് അമേരിക്കയ്ക്ക് ഈ വാറ് തീർക്കാൻ ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒറ്റ ട്വീറ്റ് കണ്ടാൽ മതി. അതായത് ഇറാൻ്റെ ഖർഗൈലിൻ്റെ അടിച്ച് തൊലയ്ക്കുക. കാരണം 90% അതിനകത്ത് ഇറാൻ്റെ ഓയിൽ അതുമായി ബന്ധപ്പെട്ടും അവർ എക്സ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഏറ്റവും ഓയിലാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അയാൾ പ്രത്യേകം പറയുന്നുണ്ട്, മാർക്ക് റൂബിയോ പറയുന്നുണ്ട്, ഹോർമുസ് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇതാണ് ബേസിക്കലി ട്രംപിൻ്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അത് ഈ ഘടകന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന ഖർഗ് ഐലൻഡും അതിനകത്ത് ഇറാൻ്റെ ഓയിൽ അസറ്റുകൾ, അതായത് ഇവർ പമ്പ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ഇറാൻ്റെ നാച്ചുറൽ ഗ്യാസ് ആ ഭാഗം, അതേപോലെ തന്നെ ഇറാൻ്റെ ഇലക്ട്രിക് പ്ലാന്റ് ഡീസാലിനേഷൻ, അതായത് ഉപ്പുവെള്ളം എടുത്ത് അത് കുടിവെള്ളമായിട്ട് കൊടുക്കും. ഈ സംഭവങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ പോലാണ്. ഇതാണ് ഈ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. ട്രംപിന്റെ ഇന്ന് ഗുലാൻ എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്. ഈ കിഴക്കന്മാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അവര് ലോകത്തെ മുഴുവൻ അങ്ങനെ തന്നെ ഭരിക്കുന്നത്. സാറേ B2 റൗണ്ട് ഞാൻ മുമ്പ് നമ്മൾ പണ്ട് പറയാം, B2 റൗണ്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവൻ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വന്ന ചെലവുണ്ടല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ സാറേ, ബുഷേർ ഇവരുടെ ഈ പറഞ്ഞ ആണവ ഊർജ്ജ കേന്ദ്രം, അതായത് ഇവരുടെ വാണിജ്യ ആവശ്യമുള്ളത് ഇന്നലെ അതാണ് ആക്രമിച്ചിരിക്കുന്നത് അല്ലെ. ബുഷേർ അവസാനം റഷ്യ ഇടപെട്ട് പണിത് കൊടുത്താണ്. 79 മുമ്പ് പഴയ പഹൽവീര രാജാവിന്റെ കാലഘട്ടത്തിൽ അമേരിക്ക ആരംഭിച്ചു. പക്ഷെ റഷ്യ ഇടപെട്ട് ഒരേ ഒരു റിയാക്ടറാണ് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക്. അത് ഇന്നലെ ഇസാൻ അടിച്ചിട്ടിരിക്കുകയാണ്. ഊർജ്ജമില്ലാത്ത അവസ്ഥയാണ്. അമേരിക്ക ഒരുപക്ഷെ ഇപ്പൊ ചിന്തിക്കാതിരിക്കുക, അമേരിക്ക ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടല്ല, യുദ്ധത്തെ വന്ന ചെലവുകളൊക്കെ തിരിച്ചെടുക്കണ്ടേ. ഈ തിരിച്ചെടുക്കണമെങ്കിൽ ഈ പറയുന്ന ഊർജ്ജം LPG വേണം. അതുകൊണ്ട് ഇതൊക്കെ വർഷങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഇൻസ്റ്റലേഷൻ ആണ്. സാറ് പറഞ്ഞ പോലെ ഈ LNG ടെർമിനലും പിന്നെ ഇപ്പൊ റിഫൈനറീസ് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും കാശായിരുന്നു അമേരിക്ക വീണ്ടും കൊടുക്കണം. അല്ല, കാശിനേക്കാൾ ഉപരി സമയമെടുക്കും. കാരണം ഇറാന്റെ ഹൈ-എൻഡ് ടെക്നോളജി ഒന്നുമില്ല, സാങ്ഷനാണ്. ഇത് അടിച്ച് അമേരിക്ക ഇട്ട് കഴിഞ്ഞാൽ ഇറാൻ 10 വർഷം കൊണ്ട്, അതായത് 10 വർഷത്തിൽ കൂടുതൽ എടുക്കും. ഈ പറയുന്ന അമേരിക്ക പോലും സഹായിക്കുവാണ് ഇത്ര സമയമെടുക്കും. ഇത് തിരിച്ചുകൊണ്ട് മേടിച്ചു വെക്കുന്നേ. അതാണ് ഈ പറയുന്ന. അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ഈ അമേരിക്ക പുറകിലോട്ട് പോകുന്നത്. ഒരു ചോദ്യം ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അമേരിക്ക എന്ന് പറയുന്ന ഈ വാറിന് സ്പെൻഡ് ചെയ്ത് 200 ബില്യൺ അല്ലെങ്കിൽ 300 ബില്യൺ അവരുടെ ധാരണ ഇറാൻ ഓയിൽ വിറ്റ് അവർ തിരിച്ചെടുക്കുമെന്ന. അതുകൊണ്ടാണ് അവർ അടിക്കാത്തത്. അതെ അതെ, അവർ ആ ഇൻഫ്രാസ്ട്രക്ചർ തരുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്കറിയാം അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ആ ഹോർമുസ് കടലിലൂടെ ഇത് വരാൻ പോകുന്ന യൂറോപ്പിനാണ് പനി വരാൻ പോകുന്നത്. ഇനി ഹോർമുസിൽ കൂടെ അല്ല, ഇന്ത്യക്ക് പണി വരാൻ പോവാ. കാരണം ഹോർമുസ് തുറക്കുന്നില്ല എങ്കിൽ, കാരണം അമേരിക്ക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹോർമുസ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നത് മുഹമ്മദ് ബിൻ സൽമാന്റെ ഡിമാൻഡാണ്. അയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുകളിൽ ഇത്രമാത്രം പ്രഷറൈസ് ചെയ്തത് അറ്റാക്ക് ചെയ്യാൻ. ഇസ്രായേൽ അല്ല. ഇത് ഓരോ കാര്യം ഓരോന്നായിട്ട് പുറത്തു വരിക. കാരണം അവർക്കറിയാം നാളെ ഈ ഹോർമുസിനെ വെച്ച് ഇറാൻ ബാർഗെയിൻ ചെയ്തു. കാരണം ഈ രാജ്യങ്ങളുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഓയിലാണ്. ഇന്ത്യയിൽ നിന്നും 1 കോടി, നമ്മളിപ്പോൾ ആ രാജ്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിൽ നിന്നും 1 കോടി ആൾക്കാർ അവിടെ ജോലിയും ബിസിനസ്സും മറ്റു പല സർവീസും ഒക്കെ ചെയ്യുന്ന
ഈ ഹോർമസ് അടുത്ത 1 മാസം കൂടെ അടച്ചിടുവാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ കാര്യമുണ്ട്, ഏകദേശം 50 ലക്ഷം പേരുടെ അതേപോലെ അവരുടെ ജോലി ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഹോർമസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു എക്കണോമിക് കോറിഡോറാണ്. മനസ്സിലായി? അതേപോലെ ഇതിൽ പറയുന്ന സൗദി അറേബ്യ പൈപ്പ് ലൈൻ, ഈ പൈപ്പ് ലൈൻ ഈ മൈൻസ് വെച്ച് അറ്റാക്ക് ചെയ്യുക, അത് ഉക്രൈൻ കാണിച്ചു കൊടുത്തു. റഷ്യൻ പൈപ്പ് ലൈൻ യൂറോപ്പിൽ അടിച്ചു കൊടുത്തു. ഈ ഷിപ്പ്, അതായത് ഒരു രാജ്യത്തിന്റെ ഫ്രീഡം എന്ന് പറയുന്ന എക്കണോമിക്സ് ഫ്രീഡമാണ്. അതായത് ഹോർമസ് തടയുക എന്ന് പറയുന്നത് ഈ പറയുന്ന ബഹ്റിൻ ആണെങ്കിലും UAE ആണെങ്കിലും സൗദി അറേബ്യയെ, ഖത്തർ എന്താ പറയുന്നത്, ഇറാനെ ആദ്യമായിട്ട് അവർ പറഞ്ഞ ടെറർ രാജ്യമാണെന്ന് പറയേണ്ടി വരും. അവന്റെ എക്കോണമി തീരാൻ പോവുക. ഇവര് ഈ രാജ്യങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും? പല ഒട്ടക പരിപാടി കൊണ്ട് പോകേണ്ടി വരും. അത് തിരിച്ചു. എന്നിട്ടും ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ യുദ്ധം അമേരിക്കക്കെതിരെ എന്താ യുദ്ധം പറയുന്നേ. പൊതു പറയുമ്പോൾ പറയേണ്ടിയിരിക്കുന്നു സാർ. അതായത് അമേരിക്കയുടെ മെയിൻ ഇക്കോണമി എന്താണ്? ഡിഫൻസ് മാർക്കറ്റാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ദിവസം കൂടി അവർക്ക് വേണമെങ്കിൽ വർക്കാഫ് ഉണ്ടാക്കാം. അപ്പൊ F-18 അടിച്ചിട്ടാലും എന്തടിച്ചിട്ടാലും ഒറ്റ ദിവസം വേണ്ട ഉണ്ടാക്കാനായിട്ട്. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ തന്നെ വീടുകൾ പണിയുന്നു, അതാണ് ഇന്ത്യൻ എക്കോണമി. പിന്നെ കൺസ്ട്രക്ഷൻ. ഇവിടെ എന്ന് പറയുന്നത് ഡിഫൻസ് മാർക്കറ്റാണ് ഈ പറയുന്നത്. ഇവരെന്ന് പറയുന്നത് പണം ഒഴുകണമെങ്കിൽ ഈ സാധനങ്ങൾ വിറ്റു പോകണം. പക്ഷെ ഈ പറയുന്ന സാറ് പറഞ്ഞ പോലെ ഒട്ടകപ്പുറത്ത് കയറി നടക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഈ പറഞ്ഞ ഗൾഫ് ദേശം. ആ ദേശം അങ്ങനെ പോയാൽ അതിന് തിരിച്ചു വരാൻ പോകുന്നത് കേരളത്തിലേക്കാണ് വരാൻ പോകുന്നത്. മനസ്സിലാകാതിരുന്നത് ബേസിക്കലി ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പല ആൾക്കാർ ഇറാനെ പറയുന്നുണ്ട്. ഇവനൊക്കെ ജോലിയില്ലാതെ അവന്റെ ബിസിനസ്സും കടയെല്ലാം പൂട്ടി തിരിച്ചു പോകുന്നൊരു അന്തരീക്ഷം ആലോചിച്ചു നോക്കി സൃഷ്ടിക്കുന്ന. ഇത് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അതാ സൗദിയുടെ മുഹമ്മദ് ബിൻ സൽമാൻ, അയാള് വാൾ സ്ട്രീറ്റ് ജേണലിൽ പറയുന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് അയാൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അറബ് രാജ്യങ്ങളുടെ മേജർ എക്കണോമിക് കോറിഡോറാണ് ഹോർമസ്. അതിനെ ഇറാൻ ബ്ലോക്ക് ചെയ്യുന്നിടത്തോളം കാലം ഈ പറയുന്ന ഈ അറബ് രാജ്യങ്ങൾ, അതായത് നമ്മൾ ഈ പറയുന്ന മലയാളികൾ ഇത്രയും ഒരു ഇന്ത്യക്കാർ 1 കോടിയുള്ള ഇന്ത്യക്കാരുള്ള ആ രാജ്യത്തെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റെമിറ്റൻസ് നോക്ക്. 120 ബില്യനാണ് ഓരോ വർഷം അവിടുന്ന് റെമിറ്റൻസ് ആയിട്ട് ജോലി ചെയ്ത് ശമ്പളമായിട്ട് ഇന്ത്യയിൽ, അതായത് ഫോറിൻ കറൻസി വരുന്നത്. ഇത് ഷാർപ്പായിട്ട് കുറയുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ അടി കിട്ടത്തില്ലയോ? ഇന്ന് എന്ത് കുന്തമെടുത്തിട്ടാണ് ഈ ഓയിൽ മേടിക്കുന്നത്? അതെ, ഇത്രയും പേരുടെ ജോലി പോവുക. ഈ പിള്ളേരെ പറക്കിയെടുത്തോണ്ട് തിരിച്ച് നാട്ടിൽ വരിക. കുവൈറ്റ് പോലല്ല ഇപ്പോഴത്തെ ഇന്ത്യ. നടന്ന ആ തിരിച്ചുവരവല്ല ഇപ്പോഴുണ്ടാകാൻ പോകുന്നത്. അതായത് പൂർണ്ണമായിട്ട് ഹോർമോസ് അടച്ചു കഴിയുമ്പോൾ ഓയിൽ വ്യാപാരം കംപ്ലീറ്റ് ആയിട്ടൊക്കെ നിൽക്കുക. 1 മാസമോ 1.5 മാസത്തിനുള്ളിൽ ഇത് തുറന്നില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിൽ ഉണ്ടാകാൻ ഏറ്റവും വലിയ സംഭവം ഏഷ്യയിലാണ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതാണ് ബേസിക്കലി ഒരു ഇന്ത്യൻ. അതായത് ഞാൻ നിന്നോട് കാര്യം പറയാം, കഴിഞ്ഞ 1 മാസമായിട്ട് വാർ തുടങ്ങിയിട്ട് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. മനസ്സിലായ? കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ ടാക്സ്, ഓയിലിന്റെ ടാക്സ് എടുത്ത് ദൂരെ സെൻട്രലിലെ സെസ് എടുത്ത് അത് ഒരു മനസ്സിലാക്കണ ഒരു പരിധിയേ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ അങ്ങോട്ട് വീണ്ടും ഫർദർ പോയി കഴിഞ്ഞാൽ ഇവിടെ ചാർജ് കൂട്ടും. ഈ ചാർജ് $115 $120 $150 കയറി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചാർജ് കൂട്ടുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ 120 പോയി നിൽക്കും. അതായത് ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് മാറും. മനസ്സിലായത്? ഇന്ത്യ അൺഎംപ്ലോയ്മെന്റ്, അതായത് ഇന്ത്യയിൽ അങ്ങോട്ട് പോകുന്ന എക്സ്പോർട്ട് ഉണ്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്. കാരണം പോകാൻ പറ്റത്തില്ലല്ലോ, ഈ സാധനങ്ങൾ ഇന്ത്യയിൽ കിടക്കും. അപ്പൊ അവിടെ വരുന്ന ജോബ് ലോസ്, അതായത് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച്, ഈ സാധനം എല്ലാം ഡീറെയിലായി പോകും. ഇതൊന്നും മനസ്സിലാക്കാതാണ് പല പൊട്ടന്മാരും വിളിച്ചു പറയുന്നത് ഈ വാറിൽ അമേരിക്ക ഈ വാറിൽ തോറ്റാൽ പെടുന്നത് ഇന്ത്യക്കാരാ. ഡയറക്റ്റ് ആയിട്ട്
ഇനി അല്ല ഇനി 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 ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ സാർ, ഇവിടെ ഇവർ ഈ പറയുന്ന അമേരിക്ക തോറ്റു എന്ന് ചിന്തിക്കും. ഓക്കെ, ഇനി ഇവിടെ ഈ പറയുന്ന മധ്യപൂർവേഷ്യയിൽ ഇറാൻ ശക്തി പ്രാപിച്ചു. ഓക്കെ, ഈ അമേരിക്ക എന്നാൽ ട്രംപ് ട്രംപ് നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞ് ട്രംപ് തിരിച്ചു വിളി. ട്രംപിന് മടിയൊന്നുമില്ല. ട്രംപ് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയും നാളെ പോലെ നമ്മൾ ബി അച്ചീവ്ഡ്, കാരണം തിരിച്ചു പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്താ പറയാമെന്ന് അറിയോ? ഹോർമുസ് അത് വേണമെങ്കിൽ ഇന്ത്യയും സൗദിയൊക്കെ ഇടപെട്ട് തുറക്കട്ടെ, ഞങ്ങൾ അങ്ങ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഇനി ആര് വരും ബിസിനസ് ചെയ്യാൻ ദുബായില്? യൂറോപ്യൻസ് വരുമോ? ആര് ഉറപ്പിച്ചു വരും? എന്തുറപ്പിലാ വരാൻ പോകുന്നേ? അല്ല എന്തിനു വരണം പിന്നെ? അതെ, അത് ഇനി വരാം അല്ലെ. എന്തുറപ്പ്? ഇനി അമേരിക്ക തിരിച്ചു പോയിരിക്കാം. അമേരിക്ക നാളെ അവസാനിപ്പിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തുറപ്പുണ്ട് ഈ പറയുന്നവരെ ഇറാൻ ഇനി മിസൈൽ വിടില്ല എന്നും ഡ്രോൺ വിടില്ല എന്നും? ഓക്കെ, അമേരിക്കയാണ് നിങ്ങളുടെ പ്രശ്നം, അമേരിക്ക പിന്മാറി. പക്ഷെ നിങ്ങൾക്ക് സ്വയം നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? പറ്റുമോക്ക്? സാർ പറ, അതായത് അമേരിക്ക ഇല്ലെങ്കിൽ ഈ മധ്യപൂർവേഷ്യയിൽ ഒരു രാജ്യങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ പറ്റുമോ? അത് പിന്നെ പോക്കെ അമേരിക്ക എല്ലാം കൊണ്ടും പിന്മാറി ജയിക്കാൻ പറ്റുമോ? ഇവർക്ക് അവിടെ ജോലി എടുക്കാൻ പറ്റുമോ? ഇറാൻ നിർത്തുമോ ആക്രമണം? IRGC നിർത്തുമോ? സാർ പ്രതീക്ഷയുണ്ടോ? നിർത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇതാണ് ബേസിക്കലി പല ആൾക്കാരും മണ്ടത്തരം വിളിച്ച് പറയുകയാണ്. കാരണം അതാണ് ജയശങ്കർ മറ്റേ G7 അകത്ത് പറഞ്ഞൊരു കാര്യം, ഇന്ത്യയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അന്ന് പാരീസിൽ നടന്ന G7 എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രീസിന്റെ അതിനകത്ത് അയാളെ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്, ഇന്ത്യയെ ബാധിക്കുന്നു. കാരണം ഇന്ത്യയെ ബാധിക്കുക റെമിറ്റൻസ് ബാധിക്കും, ഇന്ത്യയിലെ ജോലി എംപ്ലോയ്മെന്റ് ബാധിക്കും, ഇന്ത്യൻ എക്സ്പോർട്ടിനെ ബാധിക്കും. ഇതെല്ലാം ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്തുവാണ്? ഇതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ലേ? ഗൾഫ് മേഖല ഇല്ല എങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താ? 1 കോടിയോളം ആൾക്കാരാണ് ഇന്ത്യക്കാരാണുള്ളത്. ആലോചിച്ച് 1 കോടി, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ മലയാളികളാണ് അവിടെ ഉള്ളത്. അവൻ നാളെ അവിടുത്തെ ഈ ചെറിയ ചായക്കടയും മാടക്കടയും ഈ സാധനം എല്ലാം കൂടെ പൂട്ടി തിരിച്ചു വരുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അതാ കാരണം ഇന്നത്തെ ഒരു അവരിത് തിരിച്ചു പോകുന്നു. അറബ് മേഖല അവൻ അമേരിക്കയുടെ കാലയെ പിടിക്കണം, ഓഫീസ് തുറക്കണം. കാരണം അമേരിക്ക അവസാനം അറ്റ കൈ ഇതൊക്കെ ചെയ്യും. എന്ത് ചെയ്യും? അവന്റെ കർഗും കിർഗും അതും ഇതും അവന്റെ ന്യൂക്ലിയർ പ്ലാന്റ് അല്ല, ഇത് പവർ ജനറേഷൻ പ്ലാന്റ്, ഗ്യാസ്, ഡീസാലിനേഷൻ അടിച്ചങ്ങ് കൊടുത്തിട്ട് അതിനെ പഴയ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ ആക്കി കയ്യിലും കൂടും. അമേരിക്ക സൗദി അറേബ്യയോട് ഇന്ത്യയോട്, കാരണം ഇന്ത്യ വരുന്ന ഈ പറയുന്ന മറ്റു രാജ്യങ്ങളോട് പറയും നിങ്ങൾ വേണമെങ്കിൽ പോയി തുറത്തു, കാരണം നിങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഇത്ര കാര്യം അവരങ്ങ് കൈമാറുകയും ചെയ്യും. ഇസ്രായേലിനോട് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിന്റെ ആവശ്യം പോലെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ, ആ ഒരു അവസ്ഥ വന്നു എന്ന് ചിന്തിക്കുക. അമേരിക്ക പകുതി വെച്ച് പണി അവസാനിച്ച് പോന്നാൽ സമാധാനം അകലെയാകുമോ അടുത്താകുമോ? കൂടി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് പോയി. കാരണം ഈ പറയുന്ന സൗദിക്കും UAEക്കും ബഹ്റൈനും ഒമാനും ഇവർക്കൊന്നും IRGC അടിച്ചു നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമ്പർ 1, ഇവരൊക്കെ ഈ ഖത്തർ എന്ന് പറഞ്ഞ ഷോക്കേസിൽ മേടിച്ച് വെച്ചേക്കുവാണ് എയർക്രാഫ്റ്റ്. അവനത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല. ഇപ്പം ഖറ്റാർ എയർവേസ് എടുക്കുക, ഇബറേറ്റ്സ് എടുക്കുക, ഇറ്റിഹാഡ് എടുക്കുക, ഇതൊക്കെ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സ് എവിടെ, നാവിഗേറ്റേഴ്സ് എല്ലാം യൂറോപ്യൻസും അമേരിക്കൻസും. ഇനി ഈ രാജ്യത്തെ, അതായത് ഇവരുടെ പെട്രോളിയം സ്റ്റാൻഡേർഡ് എക്സ്പ്ലോർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളാണ്. അമേരിക്കക്ക് ഇതല്ലെങ്കിൽ അടുത്ത കയറി പിടിക്കും, അത്രേ ഉള്ളവര്. അവർ അടുത്ത കയറി ഇങ്ങ് പിടിക്കും. ഒരു കാര്യം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കണം സാറേ, ഈ പറയുന്ന നിരീക്ഷകന്മാരല്ല, അതായത് ഇന്ത്യൻ, ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല, നമ്മുടെ ദില്ലിയിൽ നിന്ന് വാഗ അതിർത്തിയിലേക്ക് യുദ്ധത്തിന്റെ, അതായത് ഒരു സാധനങ്ങൾ അയക്കണമെന്നോ ലോജിസ്റ്റിക്സ് അയക്കണ്ടേ, അതുപോലും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എത്രമാത്രം കോംപ്ലക്സ് പ്ലാനിങ് വേണം. ആലോചിച്ച് നോക്കാം, വാഗയിലേക്ക് അതിർത്തിയിലേക്ക് എത്തിക്കണം. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവിടുന്ന് മൈലുകൾ അപ്പുറത്താണ് ഈ കിടക്കുന്ന അമേരിക്ക എന്ന് പറയുന്നത്, മധ്യപൂർവേഷ്യ എന്ന് പറയുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് കിടക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഇവ യുദ്ധം ചെയ്യുന്ന അത്ര പ്ലാനിങ് ആണ് ഇവൻ. 14,000 കിലോമീറ്റർ ദൂരെ
ലോജിസ്റ്റിക് നിങ്ങളതൊന്നും ആലോചിക്കണ്ട. ഈ പറക്കുന്ന ലോജിസ്റ്റിക്കിന് ഒരുപാട് പേർ പറയുന്നുണ്ട് ഈ പറഞ്ഞ അമേരിക്ക 1 മില്യന്റെ മിസൈല് ഇന്റർസെപ്റ്റേഴ്സ് അയക്കുന്നു. എടാ അവനത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവൻ 1 മില്യൺ അയക്കുന്നേ. നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷെ ഗുണ്ടു അല്ലെങ്കിൽ മാലപ്പടക്കമോ അല്ലെങ്കിൽ ഡ്രോൺ ആയിരിക്കും, ചീപ്പ് ഡ്രോൺ. അത് നിന്റെ ഇക്കോണമി, ഇവിടുത്തെ ഇക്കോണമി അന്ന് അവൻ അഫോർഡ് ചെയ്യാൻ അവൻ അയക്കുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റോക്ക് പ്രൈസ് തീർന്നാലും ഉണ്ടാക്കാൻ പറ്റൂ, എന്നാലും വിൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ അമേരിക്ക 1 മില്യന് സാധനം കിട്ടൂ. ഇതൊന്നും ഇത് തരഞ്ഞ് കയ്യടി വാങ്ങും, വാങ്ങുന്നവരെ അടുത്ത അവകാശം ബേസിക്കലി അമേരിക്കയിലെ എക്കോണമി ഇതും പറഞ്ഞ പോലെ വാർ എക്യുപ്മെന്റ്സ് ആണ് ബേസിക്കലി. അപ്പം എത്ര എടുത്താണ് അമേരിക്കയുടെ ഫാക്ടറി ഉള്ളത്? ഈ ഫാക്ടറി മുഴുവനും നാളെ വീണ്ടും ആക്ടിവേറ്റ് ആവുക, ഡിമാൻഡ് കൂടുക, ഗ്ലോബലായിട്ട് ഡിമാൻഡ് കൂടുക. അമേരിക്ക അതേപോലെ തന്നെ ഇറാനിൽ ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിനകത്ത് പറയുന്നത് ചില ബോംബുകൾ പരീക്ഷിച്ചു. അതിന് കൃത്യമായിട്ട് ചില ബോംബുകൾ ആദ്യമായിട്ട്, അതായത് ചില മിസൈലുകൾ ആദ്യമായിട്ട് പരീക്ഷിച്ചു. കാരണം ഇത് എങ്ങനെ റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അവരെ പ്ലാറ്റ്ഫോമാണിത്, അവൻ്റെ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഇറാനെ എങ്ങനെ അടിക്കുന്നു. ഇതുപോലും മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു രാജ്യം അതാണ്. അവർക്ക് വാർ എങ്ങനെ 365 ദിവസം നടത്തിക്കൊണ്ടിരിക്കുക. അതിനകത്തൊരു എക്കോണമി ഉണ്ട്. ആ എക്കോണമി ലോകത്താർക്കും ഇല്ലാത്തൊരു എക്കോണമിയാണ്. ഇക്കോണമിയാണത്. എക്സാക്ട്ലി. അമേരിക്കയും ഇസ്രായേലും മാത്രം എയർക്രാഫ്റ്റും ഫൈറ്ററും ഇതും AI ഉപയോഗിച്ചുള്ള ടൂൾസ് ഇതൊക്കെ അവരുടെ എക്കോണമിയാണ്. ആ എക്കോണമി എങ്ങോട്ട് പോകുന്നു? ഇപ്പം ഏറ്റവും ഇതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ഈ പറയുന്ന ഗാസയിൽ ഏകദേശം 1.5 വർഷം ഫൈറ്റ് ചെയ്തു. 11 ദിവസം ഇവിടെ ഫൈറ്റ് ചെയ്തു. ഈ ഇറാനുമായിട്ട് ഫൈറ്റ് ചെയ്തു, ലിബിയായിട്ട് ലെബനനായിട്ട് ഫൈറ്റ് ചെയ്തു, സിറിയയായിട്ട് ഫൈറ്റ് ചെയ്തു, യമനുമായിട്ട് ഫൈറ്റ് ചെയ്തു. നോക്കൂ, ഇസ്രായേൽ എക്കോണമി മുന്നോട്ട് പോയോ? അത് താപ്പോട്ടല്ല പോയത്. കാരണം എക്യുപ്മെന്റ്സിന്റെ ഡിമാൻഡ് കൂടി. നമുക്ക് അതിനെപ്പറ്റി ഒരു ചർച്ച എടുത്തു സാർ. നമുക്ക് ഈ പറയുന്ന ഈ ഇസ്രായേലിന്റെ ഈ ഇതിനെപ്പറ്റി നമുക്ക് വലിയൊരു ഡിസ്കഷൻ ആണ്. നമുക്ക് വാറെന്ന് പറഞ്ഞ് വലിയ ബിസിനസ്സാണ് ഈ സംഭവം. അതിനകത്ത് ആൾക്കാർ മരിക്കും, കൊല്ലപ്പെടും. അത് രണ്ടാമത്തെ പാർട്ട്. ഇത് ഞാനും വിക്ടറും കൂടെ ആ വാഷിങ്ടണിലുള്ള വാർ മെമ്മോറിയലിൽ പോയി. അമേരിക്കൻ ജവാൻസിന് എങ്ങനെയാണ് അവർ അത് കാണുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു ജവാൻ കാരണം വെറ്ററൻസിന് അവരെ കൊടുക്കുന്നത് ഒരു ലൈഫും ഇന്ത്യയെ കൊടുക്കുന്നതും ഇപ്പോൾ രാജ്യത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവൻ്റെ രാജ്യത്തിന് കോൺഫ്ലിക്റ്റ് മാത്രമൊന്നുമല്ല, ലോകത്ത് മുഴുവൻ വാറുണ്ടാക്കി അവൻ്റെ എക്കോണമിയെ പിടിച്ചെടുത്ത സംഭവമായത്. അതാണ് അവൻ്റെ എക്കോണമി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് വാറെന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഡെയിലി റൊട്ടീനാണ്. അത് ബിസിനസ്സാണ്, ഡെയിലി റൊട്ടീനാണ്, ബിസിനസ്സാണ്. അത് അവർ ഇറാനിലും പ്രയോഗിച്ചു. ഈ പറയുന്ന യൂറോപ്പ്, ഈ അറബ് രാജ്യങ്ങൾക്ക് മുഴുവനും പിടികിട്ടി അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇല്ല എങ്കിൽ ഈ രാജ്യങ്ങൾക്കൊന്നും മുൻപോട്ട് പോകാൻ. എൻ്റെ ഹോർമുസ് ആണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. എന്നാണ് സൂയസ് കനാൽ തടഞ്ഞ് അതോടുകൂടി ഈ സംഭവം മുഴുവനും അടച്ചു പൂട്ടിക്കെട്ടി ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിയാൻ G7 അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട്. കാരണം അവൻ പിടികിട്ടി, അവൻ്റെ വെടിയും തീരാൻ പോവുകയാണ്. ഇതാണ് എനിക്ക് ഒരു പോയിന്റ് പറയാറുണ്ട്. ഒറ്റ പോയിന്റ് പറയാൻ സാർ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ മലയാളം ഈ പറയുന്ന മലയാളം മാധ്യമങ്ങൾ ഒരുപാട് പേരെ നമ്മൾ കയറ്റി പറയില്ല. അതായത് ഹൂതികൾ പോകുന്നില്ല. ഹൂതീസ് ഇപ്പോൾ കഴിഞ്ഞ് 2-3 ദിവസം മുമ്പ് ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ടതായ വാർത്ത പോലെ ഒരുപാട് പേര് ഇനി പറയുന്നു ഹൂതികളും കൂടി ഇസ്രായേലിനെതിരെ ആക്രമിച്ചു. ഇതിന്റെ പുറകിലെ കഥ ആർക്കെങ്കിലും അറിയാവോ? യുദ്ധം തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ടാണ് ഹൂതികൾ വന്നിരിക്കുന്നത്. ശരിയല്ല, 1 മാസം വരെ അവർ ഉറങ്ങുകയായിരുന്നു. അത് പേടിച്ചിട്ട് ഉറക്കമായിരുന്നു. പലരും ഇസ്രായേൽ പറഞ്ഞു വിട്ടു അവരെ പ്രദേശങ്ങളിലേക്ക്. അവരെ പല ആളുകളും കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇറാനിൽ നിന്ന് വെടി വന്നു ഹൂതികൾക്ക്. എന്താ പറഞ്ഞറിയോ? ഞാൻ അടികൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നിനക്കൊക്കെ എന്താണ് ആ പണിയെന്ന്. കാരണം നിന്നെ എന്താ പറയുക, പാശും എല്ലാം തന്നു പോറ്റി എന്താ ചെയ്യുന്നത്? കാരണം ഇവർക്ക് അടിക്കാൻ പേടിയാ ഇസ്രായേൽ അടിക്കാനായിട്ട്. അപ്പൊ ഒരു സംഭവത്തിന് 4 മിസൈൽ അങ്ങോട്ട് എടുത്തു വിട്ടു. 1 മാസം കഴിഞ്ഞ് ആലോചിക്കണം. അതായത് ഇറാനിൽ നിന്ന് കറക്റ്റ് മെസ്സേജ് പോയിരിക്കുകയാണ്, ഞങ്ങൾ മടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ സഹായിക്കൂ. ആരെയും സഹായിക്കണ്ടേ? ഇതൊന്നും കാണാൻ പറ്റാതെ വെറുതെ ചാനലിൽ വന്നിരുന്ന 8 മണിക്ക് വന്നിരുന്ന വ്യൂസ് കൂടുന്നു. അല്ല, വെറുതെ ഇപ്പുള്ള 2
ഖമേനി മരിച്ചപ്പോൾ 2 മിസൈൽ വിട്ടിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ലെബനൻ. അലങ്കും വിലങ്ങും ലെബനനിൽ കിട്ടുന്നേ. എനിവേ വാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. വാറ് തീരട്ട് ഈ പറയുന്ന പോലെ ഈ പല ആൾക്കാർ ഈ പറയുന്ന പോലെ ഗൾഫ് രാജ്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഗൾഫ് രാജ്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് മലയാളികളായിരിക്കും. പ്രത്യേകിച്ച് സുഡാപ്പിലും അവിടെ നിന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വായി നോക്കി വിരൽ വിട്ട് നാട്ടിൽ വന്ന് അവിടെ ഒരു പണിയില്ലാതെ അവൻ്റെ ലൈഫും ഊതറയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തെളിവ് ഞാൻ കൃത്യമായിട്ട് നിന്നോട് പറയാം. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് UAE ഭരണാധികാരി, അതായത് അബുദാബി ഹെഡ്, അയാളുള്ള കംപ്ലീറ്റ് ഇറാനിയൻ സ്കൂളും കൾച്ചറൽ സെൻറ്ററും അവൻ്റെ ഹോട്ടൽസും മുഴുവനും തന്നെ ചെയ്യുക, അവരെ മുഴുവനും പാക്ക് ചെയ്ത്. ഇതേ നാളെ മലയാളിക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്ത് കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഒരു കാരണവശാലും UAE അത് സഹിക്കത്തില്ല. കാരണം ഒരു ഗ്ലോബൽ ഹബ്ബായി മാറി UAE നശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ഇന്ത്യയിലെ മലയാളികൾക്കായിരിക്കും. അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്. താങ്ക് യു വെരി മച്ച്.